അവൻ ഒരിക്കലും എന്നോട് സംസാരിക്കാറില്ല. നമ്മൾ പറയാറില്ല അവൻ എന്നോട് പൊതുവെ സംസാരിക്കാറേ ഇല്ല. ഒരിക്കലും, ഒരിക്കലും എന്നുള്ള വാക്ക് വരുമ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. അപ്പോൾ ഇല്ല എന്നുള്ളതിൻ്റെ നോട്ടോ ഡു നോട്ടോ ഡിഡ് നോട്ടോ ഒന്നും നമ്മൾ ചേർക്കണ്ട. പകരം വേറൊരു വാക്ക് ചേർത്താൽ മതി. നമുക്കറിയാവുന്നതാണ്. അവൻ എന്നെ ഒരിക്കലും പരിഗണിക്കാറില്ല. പരിഗണിക്കുക കൺസിഡറാണ്. അവൻ എന്നെ പരിഗണിക്കാറുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഹി കൺസിഡേഴ്സ് മീ. ഹി ആയതുകൊണ്ട് എസ് വരുന്നു. ഇല്ലെങ്കിലോ, ഒരിക്കലും ഇല്ലെങ്കിലോ, നെവർ. ഹി നെവർ കൺസിഡേഴ്സ് മീ. നെവർ എന്നുള്ള വാക്ക് അതിൻ്റെ അകത്തോട്ട് കയറിയാൽ മാത്രം മതി. നീ എന്നോട് ഒരിക്കലും സംസാരിക്കാറില്ല. നീ എന്നോട് ഈടായിട്ട് ഒരിക്കലും സംസാരിക്കാറില്ല, കണ്ടാൽ മൈൻഡ് പോലും ചെയ്യാറില്ലല്ലോ, അങ്ങനെ പറയില്ലേ. അതുപോലത്തെ സെൻറ്റൻസ്. യു നെവർ സ്പീക്ക് ടു മീ. നീ എന്നോട് സംസാരിക്കാറേ ഇല്ല. ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും, പക്ഷേ നമ്മൾ അപ്പോൾ ഇങ്ങനെയാണ് അവിടെ പറയാറ്. നീ ഒരിക്കലും വേഗത്തിൽ നടക്കാറില്ല. നീ ഭയങ്കര സ്ലോയാണ്. അതെങ്ങനെയായിരിക്കും പറയാ? യു നെവർ വോക്ക് ഫാസ്റ്റ്. നമ്മൾ ഹാബിറ്റുകളൊക്കെ നമ്മൾ ആദ്യം കണ്ടില്ലേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അതാണ്, അത്തരം സെൻറ്റൻസുകളാണ് ഇടയിലോട്ടൊരു നെവർ ചേർക്കുന്നു. അവൻ ഒരിക്കലും താമസിച്ച് കിടക്കാറില്ല, നേരത്തെ കിടന്നിരിക്കും. അപ്പോൾ അതും ഒരു ഹാബിറ്റാണല്ലേ. ഹി നെവർ സ്ലീപ്സ് ലേറ്റ്. അവൻ ഒരിക്കലും നേരത്തെ എണീക്കാറില്ല, അതും ഹാബിറ്റാണ്. എങ്ങനെയായിരിക്കും പറയാ? ഹി നെവർ വേക്സ് അപ്പ് എയർലി. വേക്കപ്സ് അല്ല, വേക്സ് അപ്പ് എയർലി. അവൾ ഒരിക്കലും ഞാൻ പറയുന്നത് കേൾക്കാറില്ല. അവൾക്ക് അങ്ങനെ പ്രത്യേകത, ഞാൻ പറഞ്ഞ അവളെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയായിരിക്കും പറയാം. ഷീ നെവർ ലിസൺസ് ടു മീ. ഇതെല്ലാം ഷീയും ഹി ഒക്കെ വന്നുകൊണ്ടാണ് എസ് വന്നത്. ദയോ അയ്യോ യു ഒക്കെ ആണെങ്കിൽ എസ് വരില്ല. അവൾ ഒരിക്കലും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. ഇത് വ്യത്യാസമുള്ള സെൻറ്റൻസാണ്. നമ്മൾ ഇതിനു വേണ്ടി ഓരോന്നിനും വേണ്ടി ഓരോ 10 സെൻറ്റൻസ് ഉണ്ടാക്കുന്നില്ല. കാരണം നമുക്ക്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ, ഇത് വ്യത്യസ്തമായ സംഭവങ്ങളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ ഇതിൻ്റെയൊക്കെ മോഡൽസ് ആദ്യം കണ്ടതാണ്. കേട്ടിട്ടില്ല എന്നുള്ളത് എന്താ? കേട്ടിട്ടുണ്ട്. ഹാവ് അല്ലെങ്കിൽ ഹാസ് ലിസൺഡ് പറയും. ഷീ ഹാസ് നെവർ ലിസൺഡ് ടു മീ. അവൾ ഞാൻ പറയുന്നത് ഒരിക്കലും കേട്ടിട്ടില്ല. അവർ എന്നെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നല്ല, പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് ആണ്. അപ്പോൾ അവരെന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ടെങ്കിൽ ഹി എൻകറേജ്ഡ് മീ എന്ന് പറയാം. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഹി നെവർ എൻകറേജ്ഡ് മീ. ഒരിക്കലും. അവർ എന്നെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ആണെങ്കിൽ എന്ത് വരും? ഹി നെവർ എൻകറേജ്ഡ് മീ മാറിയിട്ട് ദേ ഹാവ് നെവർ എൻകറേജ്ഡ് മീ എന്നാകും. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിയാം, പക്ഷേ നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ പഠിച്ചു പോകുമ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവും. അവൻ എന്നോട് ഒരിക്കലും സംസാരിക്കാറില്ല. ഹി നെവർ സ്പീക്സ് ടു മീ. ആദ്യം പറഞ്ഞ സെൻറ്റൻസ്.